ഐഷ പോറ്റിയും BJP നേതാവും കൂടിക്കാഴ്ച നടത്തി. ചിത്രങ്ങൾ പുറത്തുവിടും. CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന മുൻ MLA ഐഷ പോറ്റി BJPയിലേക്ക് വരാൻ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി BJP നേതാവ് വൈക്കൽ സോമൻ. തിരുവനന്തപുരത്ത് വച്ച് ഐഷ പോറ്റി BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സോമൻ ആരോപിക്കുന്നത്. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും സോമൻ അവകാശപ്പെട്ടു. ഐഷ പോറ്റി BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈശ്വരവിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് CPM. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സോമന്റെ പ്രതികരണം. ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായി എത്തിയാൽ LDFന് ശുഭപ്രതീക്ഷയുണ്ടായിരുന്ന കൊട്ടാരക്കരയിൽ പോരാട്ടം കടുക്കും. മണ്ഡലത്തിൽ വീണ്ടും അംഗത്തിനിറങ്ങുന്ന മന്ത്രി KN ബാലഗോപാൽ കഠിന പരീക്ഷണം നേരിടേണ്ടി വരും. രാഷ്ട്രീയത്തിന് അതീതമായ സ്വീകാര്യതയുണ്ട് ഐഷ പോറ്റിക്ക് മണ്ഡലത്തിൽ. 2006-ൽ R ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചാണ് LDF സ്ഥാനാർത്ഥിയായ ഐഷ പോറ്റി നിയമസഭയിലെത്തിയത്. 2011-ലും 2016-ലും കൊട്ടാരക്കരയിൽ വിജയം ആവർത്തിച്ചു. 2000-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് കൊട്ടാരക്കര ഡിവിഷൻ പിടിക്കാനാണ് അന്ന് 42 വയസ്സുള്ള ഐഷ പോറ്റിയെ CPM ആദ്യമായി കളത്തിലിറക്കിയത്. കൊട്ടാരക്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഐഷ പോറ്റി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രവർത്തകയായിരുന്നു. 2005-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ ഡിവിഷനിൽ വീണ്ടും വിജയിച്ചു.